ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ 11ാമത്തെ ഡേ ആണ്. അപ്പം നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലേക്ക് സ്പെഷ്യലായിട്ട് ഈ ഒരു മന്തിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് കേട്ടോ. അപ്പം ഇതിൽ ഇന്നത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു കർക്കിടക മാസത്തിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ മുക്കുറ്റിയാണ്. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഈ ഒരു മുക്കുറ്റി. ഇത് പല ഹെയർ ഓയിലുകളിലും ആഡ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതിൻ്റെ ആ ഒരു നീര് അരച്ചെടുത്തിട്ട് ഇതിങ്ങനെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ നീര് കിട്ടും. ആ ഒരു നീര് നെറ്റിയിൽ കുറിയായിട്ട് തൊടുകയും ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു മന്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു മുക്കുറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു ഹെയർ പാക്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു മുക്കുറ്റിയാണ്. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് നിറയെ മുക്കുറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോഴേ എന്തായാലും ഇത് വെച്ചിട്ട് ഒരു പാക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൈപ്പിടിയോളം ഞാൻ ഈ ഒരു മുക്കുറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കറിവേപ്പില കുറച്ചെടുത്ത് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തുളസിയിലയാണ്. തുളസിയില ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ഒരു 5-6 ആ ഒരു ഇതിലാണ് കേട്ടോ. വളരെ കുറച്ചാണ് തുളസിയില എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പിലയും ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മുക്കുറ്റി അത്യാവശ്യം എടുത്തു. അത് നമ്മൾ അതിൻ്റെ ഇലകൾ മാത്രമായിട്ടാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് ഈ ഒരു ഇലകളെല്ലാം നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം അതിൻ്റെയൊക്കെ ഇലകൾ മാത്രമായിട്ട് നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു ഇത്രത്തോളം പോകുന്ന അലോവേര ജെല്ലിൻ്റെ ഒരു പീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഇച്ചിരി ഒരു വെള്ളവും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. എന്നിട്ട് നല്ല വൃത്തിയുള്ളൊരു തുണിയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഈ ഒരു പാക്കിലേക്ക് ആ ഒരു ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് സ്കാൽപ്പിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുൻപായിട്ട് വളരെ കുറച്ച് ഓയിൽ തലേന്ന് നൈറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കാൽപ്പിലേക്ക്. അപ്പോൾ ശേഷം ഇതിലേക്ക് ഇപ്പോൾ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ മുടിയുടെ ലെങ്തിലേക്കൊന്നും എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ നേരെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കാൽപ്പിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. മുടിയുടെ ലെങ്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് വെച്ചേക്കുക. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഷാമ്പു യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യേണ്ട. അപ്പോൾ അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം. ഒരു മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് താളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിന് ശേഷം നന്നായിട്ട് സ്കാൽപ്പിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേയിൽ ഇതാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരും. ഇത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കാനും നമുക്ക് ഹെയർ ഡാർക്കനിങ് എഫക്റ്റ് തരുന്ന ഒരു ഹെയർ പാക്കും കൂടിയാണിത്. ഇതിൽ മുക്കുറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഗുണങ്ങളൊക്കെ തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മന്തിൽ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്കിത് ഫ്രഷായിട്ട് കിട്ടുന്നവരെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. പിന്നെ അലോവേര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണോണ്ട് തന്നെ മുടി നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അലോവേരയുടെ അളവ് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. ഞാനിപ്പോൾ വളരെ കുറച്ചെടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അലോവേരയുടെ ആ ഒരു അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഫ്രഷായിട്ട് ഇതൊന്നും കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടികളായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ആ ഒരു അലോവേര ജെല്ലും അല്ലെങ്കിൽ കുറച്ച് വാട്ടറിലും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പാക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ടത് ഇതുപോലെ തന്നെ സ്കാൽപ്പിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് വെച്ച ശേഷം ഹെയർ വാഷ് ചെയ്യാം. നിങ്ങൾക്ക് ഷാമ്പു വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വെള്ളത്തിലായിരുന്നു വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഷാമ്പു കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണോണ്ട് തന്നെ ഹെയർ ചിലപ്പോൾ ഓയിലി ആയിട്ട് തോന്നുക. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വേണമെങ്കിൽ ഷാമ്പുവും കൂടി യൂസ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ.
അപ്പം ഞാൻ പുറത്ത് വെച്ച് എടുത്തപ്പോൾ നല്ല ലൈറ്റിൻ്റെ ഇഷ്യൂസായിരുന്നു. അപ്പം വെട്ടം ഇങ്ങനെ കയറും, ഇങ്ങനെ പോവും, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അകത്തെടുത്തുകൊണ്ട് വന്നിട്ട് റൂമിൽ വെച്ചിട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മുടെ ഇതെല്ലാം ചേഞ്ച് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി ജസ്റ്റ് 2 ദിവസം കൊണ്ട് ഒത്തിരി വെയിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴയ പോലെ തന്നെ നല്ല ചൂടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പാക്കൊക്കെ ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു ചലഞ്ചിൽ ഏതെങ്കിലുമൊക്കെ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ടുകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കാം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനിപ്പം പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നത് ആ നെറുകിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് മുടി കെട്ടി വെച്ചു. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തു, ഹെയർ വാഷ് ചെയ്തു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.